ബംഗ്ലാദേശിൽ ഫെബ്രുവരി 12 നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ഫലങ്ങൾ കാണിക്കുന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് 2/3 ഭൂരിപക്ഷം. തെരഞ്ഞെടുപ്പ് നടന്ന 299 സീറ്റിൽ ഏതാണ്ട് 200-ലേറെ സീറ്റുകൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ജയിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നേരത്തെ അവിടെ പ്രധാനമന്ത്രിയായി ഭരിച്ചിരുന്ന ഖലീദ സിയായുടെ മകൻ ഇപ്പോൾ നയിക്കുന്ന പാർട്ടിയാണ്. ഖലീദ സിയായി കഴിഞ്ഞ മാസമാണ് അന്തരിച്ചത്. ആ പാർട്ടി ഇങ്ങനെ അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഇന്ത്യക്ക് കുറച്ച് ആശ്വാസം നൽകുന്നതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2024 നടന്ന ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന വാസിദ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയതിനു ശേഷം അവിടുത്തെ താൽക്കാലിക ഭരണകൂടം മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായ നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനുസ് അധികാരത്തിൽ വന്നു. കഴിഞ്ഞ 18 മാസമായിട്ട് അദ്ദേഹം അധികാരത്തിലിരുന്ന കാലത്ത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ അധികാരഭ്രഷ്ടയാക്കപ്പെട്ടതിന് ശേഷം ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വരികയും അവരിവിടെ പിന്നെ താമസിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഇവിടെ താമസിക്കുന്ന സന്ദർഭത്തിലാണ് അവർക്കെതിരായിട്ടുള്ള കേസുകൾ ബംഗ്ലാദേശ് നടത്തുകയും അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അപ്പോൾ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഭരണകൂടം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതിലൂടെ പിന്നെ ഈ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളായി. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലും ബംഗ്ലാദേശും ചൈനയും തമ്മിലുമുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മുഹമ്മദ് യൂനുസിൻ്റെ കാലത്ത് ശ്രമങ്ങൾ നടത്തി. അത് ഒരു പരിധിവരെ വളരെ വലിയ രീതിയിൽ വികസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടുള്ള 2 പാർട്ടികളാണ്. ഒന്ന് പിന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി, താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന ഈ ഖലീദ സിയയുടെ മകൻ നേതൃത്വം നൽകിയ പാർട്ടിയും, അതോടൊപ്പം തന്നെ അവിടെ ജനകീയ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളുടെ പാർട്ടിയായിട്ടുള്ള നാഷണൽ സിറ്റിസൺഷിപ്പ് പാർട്ടിയും ഈ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയും സഖ്യമായിട്ട് ചേർന്ന് 11 പാർട്ടികളുടെ സഖ്യമായി ചേർന്നുകൊണ്ട് ആണ് മത്സരം നടന്നത്. തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടികൾക്ക് ഏതാണ്ട് എല്ലാം കൂടി 80 സീറ്റുകൾ കിട്ടിയപ്പോൾ 200-ലേറെ സീറ്റുകൾ നേടിക്കൊണ്ട് ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വിജയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പിന്നെ വിജയിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും ആദ്യം പിന്നെ നേതാവിനെ ഈ താരിഖ് റഹ്മാനെ ഏറ്റവും ആദ്യം അഭിനന്ദിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അത് തീർച്ചയായിട്ടും നമ്മളുടെ വഷളായി നിൽക്കുന്ന ബന്ധങ്ങളെ പിന്നെ ശരിയായ ഒരു പാതയിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ്. പക്ഷേ അതേസമയം നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 2 കൂട്ടരും വളരെയധികം അവധാനതയോടുകൂടിയുള്ള ചർച്ചകളിലൂടെ മാത്രമേ ഈ ബന്ധങ്ങളെ സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. കാരണം ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുമായിട്ട് 4000 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള അരുണാചൽ പ്രദേശും ആസാമും മേഘാലയയും സിക്കിമും അതുപോലെ തന്നെ ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ചിലിഗുരി എന്ന് പറയുന്ന ചിക്കൻ നെക്ക് എന്ന് പറയുന്ന നമ്മുടെ സുപ്രധാനമായ തന്ത്രപ്രധാനമായ മേഖല കടന്നു പോകുന്നത് ബംഗ്ലാദേശിൻ്റെ അടുത്ത് കൂടിയിട്ടാണ്. അങ്ങനെയുള്ള വളരെ തന്ത്രപ്രധാനമായ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മളുമായിട്ട് വളരെയധികം സാംസ്കാരികമായ ബന്ധം, ഭാഷാപരമെന്നും സാംസ്കാരികമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അവരുമായിട്ട് ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ജലം പങ്കിടുന്നതിനെ സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നുണ്ട്. അതിർത്തിയിലെ ആക്രമണങ്ങളെ സംബന്ധിച്ചുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നിരവധി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മളുമായിട്ട് നല്ല രീതിയിൽ വ്യാപാരമുള്ള ഇന്ത്യയാണ് ബംഗ്ലാദേശിൻ്റെ 1ാമത്തെ വ്യാപാര പങ്കാളി. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് കഴിഞ്ഞ 18 മാസമായി മുഹമ്മദ് യൂനുസിൻ്റെ ഭരണകാലത്ത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളായത്. അപ്പോൾ ഈ പുതിയ ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നമുക്കറിയാം 2001 മുതൽ 2006 വരെ അധികാരത്തിലിരുന്ന പാർട്ടിയാണ്. അന്ന് അവർ ഭരിച്ചിരുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പാർട്ടിയുമായിട്ട് സഹകരിച്ച് സഖ്യകക്ഷിയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണകൂടമാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി പുതിയൊരു രാഷ്ട്രീയ നയമാണ് തങ്ങളുടേതെന്ന് താരിഖ് റഹ്മാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും ഗൗരവമായ സമീപനം ഈ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും
ആ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ കഴിയും. അങ്ങനെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ കഴിയുന്നതിനുള്ള തടസ്സങ്ങളായി നിൽക്കുന്നത് ഇവിടെ ഈ ഇന്ത്യയിൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടും. തിരിച്ചു പോകുന്നതിൽ ഈ BNP എന്ന് പറയുന്ന ഭരണകൂടം പരാജയപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് ജമാഅത്തെ ഇസ്ലാമി തീർച്ചയായിട്ടും അതിനെതിരായിട്ട് പ്രക്ഷോഭം ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഏതെല്ലാം തരത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഈ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താമോ അതിനുള്ള ശ്രമമായിരിക്കണം ഇന്ത്യയും ബംഗ്ലാദേശും നടത്തേണ്ടത്.